മമ്മൂക്കാനെ ഈ ഇടയ്ക്ക് കളിയാക്കി എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി അത്രയ്ക്ക് വന്നില്ലല്ലോ അജുവൊക്കെ ഇത്രയും വളർന്നു. മമ്മൂക്കാനെ കളിയാക്കാൻ മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിട്ട് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പ് കറിയ പാട്ട് സീനൊക്കെ കാണിക്കും. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയ എനിക്ക് തോന്നിയത്. അതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും വേണ്ടില്ല. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങളുടെ കാര്യം പറയാം. ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നി നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ല. സ്വാഭാവികം, അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ ഉള്ളൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജു വർഗീസും മമ്മൂട്ടി തമ്മിൽ എന്താണ് ശരിക്കും ഇഷ്യൂ? നിങ്ങൾ ഇൻട്രോ കണ്ടല്ലോ, നമ്മുടെ ഹൈദരാലിയും അജു വർഗീസും തമ്മിലൊരു ഇന്റർവ്യൂ ആയിരുന്നു നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ കണ്ടത്. അതിനകത്ത് മമ്മൂട്ടിയെ അജു വർഗീസ് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അജു വർഗീസിനെ ചൊറിയുന്നുണ്ട്. സംഭവം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു റീല് ഇട്ടതാണ് ഗൈസ്. ഇതൊരു ടോപ്പിക് ആവാനുള്ള റീസൺ, അജു വർഗീസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മമ്മൂക്ക പണ്ട് ചെയ്തു വെച്ച ഒരു സീൻ പുള്ളിക്കാരനെ അഭിനയിച്ച് കാണിച്ച് അത് റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളി പോലും അല്ല പോസ്റ്റ് ചെയ്തത്, പുള്ളിയുടെ ഫ്രണ്ടാണ് അത് പോസ്റ്റ് ചെയ്തത്. നമുക്ക് എന്തായാലും ആദ്യം ആ ഒരു റീല് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അജു അത്യാവശ്യം സീരിയസ് ആയിട്ടാണ് ഗൈസ് അത് അഭിനയിച്ച് തുടങ്ങിയിരിക്കുന്നത്. മുഖത്ത് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ കയ്യിൽ എന്തിനാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്? എനിക്കൊന്ന് ഐശ്വര്യ ഇന്ന് ഡയലോഗ് അടിക്കുമല്ലേ, അന്നേരം അവിടെ ഒരു ഇമാജിനറി ഐശ്വര്യയുടെ ഡയലോഗ് ഫോണിൽ കൂടെ പുള്ളിക്കാരൻ കേൾക്കുന്നതാവാം. മുഖമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സീരിയസ് മോഡിൽ തന്നെയാണ് സംസാരിച്ചു വരുന്നത് കേട്ടോ. പുള്ളി അത്യാവശ്യം സീരിയസ് ആയിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ചെയ്ത് വന്നപ്പോ അത് കോമഡി ആയിപ്പോയി. ടെൻഷൻ കാരണം കടിച്ച വിരല് വരെ മാറിപ്പോയി ഗൈസ്. എന്ന് വെച്ചാൽ ഐശ്വര്യക്ക് പോലും ഫോണും പിടിച്ചോണ്ടല്ലയോ നിക്കുന്നേ, അപ്പൊ പിന്നെ മാറിപ്പോ സ്വാഭാവികം. അജു വർഗീസിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എന്തോ ഉദ്ദേശം എന്തോ മനസ്സിലാവുന്നില്ല. എന്താ പൊന്നെ, പുള്ളി സീരിയസ് ആയിട്ടാണ് സാധനം ചെയ്യുന്നത് കേട്ടോ. പുള്ളി അത്യാവശ്യം കാര്യമായിട്ട് ചെയ്യുവാണ്. മമ്മൂക്ക അവിടെ അഭിനയിച്ച് മരിച്ച സീനാണ് ഗൈസ് ഈ പരുവത്തിലാക്കി വെച്ചത്. അപ്പോൾ സംഭവം ഇതായിരുന്നു, മമ്മൂക്ക അഭിനയിച്ച ഈ ഒരു സീൻ, മറ്റേ ഐശ്വര്യമായിട്ടുള്ള അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീൻ അജു വർഗീസ് അഭിനയിച്ച് ഈ ഒരു കോലത്തിലാക്കി വെച്ച് ഈ സാധനം ഏകദേശം 3.2 മില്യൺ ആൾക്കാരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഹൈദരാലി ഇന്റർവ്യൂവിനകത്ത് അജു വർഗീസിനെ കയറി ചൊറിഞ്ഞത്. മനസ്സിലായ? നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ ചൊറിച്ചിൽ ഒന്ന് കണ്ടു നോക്കാം. മമ്മൂക്കാനെ ഈ ഇടയ്ക്ക് കളിയാക്കി എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി അജുവൊക്കെ അത്രയ്ക്ക് വന്നില്ലല്ലോ എനിക്ക് തോന്നി. അജുവൊക്കെ ഇത്രയും വളർന്നു. മമ്മൂക്കാനെ കളിയാക്കാൻ മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിട്ട് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പ് കറിയ പാട്ട് സീനൊക്കെ. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയ എനിക്ക് തോന്നിയത്. നമ്മുടെ ഹൈദരാലിനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലല്ലോ ഗൈസ്. കുത്തിത്തിരിപ്പിന്റെ ഉസ്താദാണ്. എവിടെ പരിപാടിക്ക് പോയാലും അതിൻ്റെ ഇടയിൽ കൂടി ഇച്ചിരി കുത്തിത്തിരിപ്പ് കേട്ടില്ലെങ്കിൽ പുള്ളിക്ക് സമാധാനം വരില്ല. അങ്ങനെ ഈ ഒരു ഇന്റർവ്യൂ ഏകദേശം 50 മിനിറ്റ് ഉണ്ട് ഇന്റർവ്യൂ. അതിങ്ങനെ തീരാറായി അതിന്റെ ഏറ്റവും അവസാനമാകുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഏകദേശം 40 മിനിറ്റോളം ആകുമ്പോഴാണ് ഈ ഒരു കുത്തിത്തിരിപ്പ് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റുന്നത്. പുള്ളിക്ക് അറിയാം ഈ എവിടെ പിടിച്ചാലും സാധനം ഇന്റർവ്യൂ വൈറലാവുമെന്ന്. അന്നേരം ഇങ്ങനെയുള്ള 1-2 കുത്തിത്തിരിപ്പൊക്കെ കുത്തിത്തിരിച്ചാലേ സാധനം വൈറലാവത്തുള്ളൂ. എന്തായാലും പുള്ളി വിചാരിച്ച പോലെ ഇന്റർവ്യൂ അധികം കത്തിയില്ല.
തോന്നിയില്ലെങ്കിലും ഈ സാധനം കയറി കത്തിയിട്ടുണ്ട്. ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു ഒരു ഉത്തരം പറയാം. അതായത് ഞങ്ങൾ അവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്തിന്റെ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എത്രയോ വർഷങ്ങളായിട്ട്. കാര്യം ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്, ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ്. അപ്പൊ ആ സംഭവം ഒക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു. അതാരായാലും ചെയ്തു പോകും. ചലഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നെ നമ്മുടെ ഈഗോ ഹിറ്റ് ആവുന്ന പരിപാടി ഒന്നും കഴിയുമ്പോൾ ചെയ്തു പോകും. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്ത സാധനമാണ് ഗൈസ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കളിയാക്കാനൊന്നും പോയി. നമ്മൾ ആ വീഡിയോ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ ആദ്യം അത്യാവശ്യം സീരിയസ് ആയിട്ടാണ് സാധനം ചെയ്തു തുടങ്ങിയത് അല്ലേ. പക്ഷെ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ അത് കോമഡി ആയിപ്പോയി. ഞാൻ മനസ്സുകൊണ്ട് ചുമ്മാ ശ്രമിക്കുമ്പോൾ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ പറ്റുന്നത്. പക്ഷെ അതിന്റെ എന്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ഞാൻ അത് തോറ്റാൽ എനിക്ക് കുഴപ്പമില്ല, തോൽക്കുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് ചന്തു എടുത്ത് ഇടുന്ന ഞാൻ വിചാരിച്ചു. ചന്തു അത് ഈ 14 വർഷത്തിന്റെ ഇത് വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ടു. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്തിനാ ഹൈദരാലിക്ക് പിന്നെ അങ്ങനെ തോന്നത്തുള്ളു, അത് സ്വാഭാവികം. ഈ അജു വർഗീസ് ഇട്ട റീലിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം മമ്മൂട്ടിയെ കളിയാക്കി എന്ന തരത്തിലൊന്നും ആരും ഒരു കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇത് അജു വർഗീസിനെ ട്രോളിയാണ് കൂടുതൽ കമന്റ്സ് വന്നത്. എല്ലാവരും ആ ഒരു ഫൺ രീതിയിൽ എടുത്തിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാൻ വേണേൽ വായിച്ചു കേൾപ്പിക്കാം. രമേശ് പിഷാരുടെ കമന്റ് കേട്ടിട്ട് നിനക്കൊരു മറുക് വെക്കാമായിരുന്നില്ലേ, ഐശ്വര്യ റായ് ഇല്ലാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ശരിക്കും കണ്ണും നിറഞ്ഞു ചിരിച്ചു, ആ ഫോണിൽ നോക്കിയുള്ള നിൽപ്പ് സീരിയസ്ലി അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി കേട്ടോ. ഒമർ ലുലു ആണ് ആ കമന്റ് ചെയ്തേക്കുന്നത്. കിച്ചണിൽ നിന്ന് പാൽപ്പൊടി കട്ട് തിന്നിട്ട് ആരും കാണാതെ ഒളിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, സിനിമയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ, അത് മമ്മൂട്ടി ഇത് അയമൂട്ടി. താഴെ ഒരാൾ അജുചേട്ടൻ ചെയ്ത പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അജുചേട്ടൻ്റെ അത്ര വന്നില്ല. സോ ഇതുപോലെ കോമഡി ആയിട്ടുള്ള കമന്റ്സ് ആണ് ഗൈസ് കൂടുതലും ആ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ അടി വന്നിരിക്കുന്നത്. അല്ലാതെ മമ്മൂക്കായെ കളിയാക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞ് ഞാൻ ഇത്രയും കമന്റ് വായിച്ചിട്ടും ഞാനെങ്ങും കണ്ടില്ല. എല്ലാവരും ആ ഒരു ഫൺ രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഹൈദരാലിക്കായ്ക്ക് മമ്മൂക്കായ നീ കളിയാക്കി, നീ എന്തുകൊണ്ട് മമ്മൂക്കായ കളിയാക്കി, എന്തെങ്കിലും പിരിച്ച് കേട്ടണമല്ലോടെ. ഈ ഇന്റർവ്യൂവിനകത്ത് എന്തെങ്കിലും വേണ്ടായോ, അതിനുള്ള പരിപാടിയാണ്. നമുക്ക് എന്തെങ്കിലും ബാക്കി പുള്ളിന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടുപോകാം. എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാം. അജുവിന് മാത്രം പറയാൻ എനിക്ക് എന്റെ എനിക്ക് ഞാൻ മമ്മൂക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ കളിയാക്കുമല്ലോ എനിക്ക് ചോദിക്കാൻ ധൈര്യമായിട്ട് ചോദിച്ചു. അതാ ഞാൻ ചോദിച്ചു. ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുവന്ന കളറാന്ന് തോന്നുന്ന കാര്യം അങ്ങനെയല്ല. ഇങ്ങനെ തൊലയാൻ നടക്കാതെ എന്തിനാ ഇങ്ങനെ ഉടുപ്പില്ലാതെ ഇങ്ങനെ നാണം കെടാൻ നടക്കുന്നത്? നാണമില്ലയോ നമുക്കതാ മനസ്സിലാവാത്തത്. എവിടെ ചെന്നാലും കഴിഞ്ഞ സമയത്ത് ഈ ED എന്ന് പറയുന്ന ഒരു മൂവിയുടെ അതിന്റെ ഒരു പ്രൊമോഷന് പോയിട്ട് മറ്റേ ലിസ്റ്റ് നോക്കിയിടുന്നുണ്ട്. നാണം കെടുത്ത് വിട്ട് കളഞ്ഞു. അജു ഞാനത് എന്റെ വീട്ടിലിരുന്ന് കണ്ടു. ഞാൻ കാണുമ്പോ ആ സ്റ്റെപ്പ് പറയുന്നത് മമ്മൂക്കാടെ എക്സ്പ്രഷൻ ഒന്നുമില്ല പിടിക്കണം. അപ്പൊ മമ്മൂക്കാനെ കളിയാക്കുന്നില്ല. എനിക്ക് തോന്നിയില്ല എന്താ തെറ്റ്. ചോദ്യം അജുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദ്യത്തോടെ എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. പല ചർച്ചകളും നമ്മൾ ഇതേപോലത്തെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഹെൽത്തി രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയതൊക്കെയാണ്. പക്ഷെ ഈ ചോദ്യം വളരെ അപ്രസക്തമാവും അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് അതിന് വേറൊരു അല്ല, പുള്ളിയുടെ എല്ലാ ഇന്റർവ്യൂ എടുത്താൽ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ പുള്ളി അങ്ങ് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാവുള്ളൂ. ഇത് എത്ര കാലമായിട്ട് കണ്ടുവരുന്നതാണ്. പൊതുവെ ഫിലിം ഫീൽഡിൽ തന്നെ പുള്ളിക്ക് ഒരു പേരുണ്ട്, ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഹൈഡ്രോളി. നമ്മുടെ കോക്ക് ഇട്ട് കൊടുത്ത പേരാണ്. അത് ഈ കുത്തിത്തിരിപ്പ് കാരണം ഇട്ട് കൊടുത്തതാണ്. അത് നല്ലതെന്ന് എനിക്ക് തോന്നിയാലേ മാനം കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഭൂരിപക്ഷം പേർക്ക് തോന്നി ഞാൻ അതിനോട് പെടുത്തും. വേറെ ചോദ്യങ്ങളിലോട്ട് അതല്ല, ഒരു കാര്യം പറയുമ്പോ അത് അജു പറഞ്ഞ അതിന്റെ വേറെ രീതിക്ക് എടുക്കുക. അല്ലല്ല, കാര്യം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സംഭവം ചെയ്തതിന്റെ അത് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഭയന്നിരുന്നു. ഇവൻ ഇത് ഇട്ടു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ കാര്യം വളരെ പേഴ്സണലായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒഫെൻസീവായിട്ട് തോന്നുമോ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളത് എൻജോയ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ശരി പിന്നെ ഇട്ടോ, ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് ഉള്ളത് ചെയ്യുന്നു അതുപോലെ ഉള്ളൂ. പക്ഷെ മമ്മൂക്കായ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഹൈദരാലിക്ക് അത് പ്രശ്നമാണ് കേട്ടോ. ഹൈദരാലിക്ക് അത് സീനാണ്. പുള്ളി അത് സീനാക്കുന്നത് മമ്മൂട്ടിയെ കൊണ്ട് കാണിക്കും. മമ്മൂട്ടി അജു വർഗീസ് തമ്മിൽ കുത്തിത്തിരിപ്പ് എന്തോരം അങ്ങനെ ഉണ്ടാക്കും. കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് താങ്കൾക്ക് മാത്രം അങ്ങനെ തോന്നണമെങ്കിൽ അല്ല, അജുവിന് ആദ്യം തോന്നി എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നിയത് എനിക്കങ്ങനെ തോന്നി. ഞാൻ
ഓപ്പൺ ആയിട്ട് ചോദിക്കും. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചു. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് നാണം കെടാൻ നിൽക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുത്തുതിരിപ്പ് എന്ന് പറയുന്ന സ്വഭാവം ഇല്ലെങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ ആരെങ്കിലും അറിയോ? എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. ഇത് വരുന്നവനും പോകുന്നതൊക്കെ ഇങ്ങനെ മണ്ടക്കിട്ട് കൊട്ടിയിട്ട് പോകും ഇങ്ങനെ വായിരിക്കുന്ന വർത്താനം കേൾക്കുമ്പോൾ. അങ്ങനെയാണ് സത്യം പറയാൻ ഞാനൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. 2024 ഇങ്ങനെ എത്ര സെലിബ്രിറ്റീസ് വട്ടത്തിലിട്ട് ഊക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കണക്കില്ല. ഈ ഊക്കെന്ന് പറയുന്നത് മേടിച്ചുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെ മറ്റേ കളിയാക്കൽ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ മീനിങ് ആയിരിക്കും, അത് ക്ഷമിച്ചുകളാ. ഓക്കെ, അപ്പം അങ്ങനെയാണ് പുള്ളിയെ നമ്മളൊക്കെ അറിയുന്നത്. പിന്നെ ഈ പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ പുള്ളിക്ക് അതേ അറിയത്തുള്ളൂ. പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പുള്ളി അത് എന്ന് നിർത്തുന്നോ അന്ന് പുള്ളിയുടെ മാർക്കറ്റ് ഇടിയും. മനസ്സിലായോ? ബിഗ് ബോസിലൊക്കെ പോയാൽ നല്ലൊരു ഭാവി ഉണ്ടാവും കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഏതായാലും ആ ചോദ്യത്തിന്റെ രീതി, ആ ധ്വനിയോടെ എനിക്ക് ഒരു വിയോജിപ്പ്. കാര്യം അതെന്തോ ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതല്ലേ. ഞാൻ കണ്ടുപിടിച്ചിട്ടല്ല വന്നത്. അങ്ങനെ വലിയ കണ്ടുപിടുത്തം കേട്ടോ, ഭയങ്കരം കണ്ടുപിടുത്തം. അജുവിനെ ഒരു കളിയാക്കുന്ന രീതിയിലല്ല, കളിയാക്കിയതാ. മനസ്സിലായില്ലയോ? എനിക്കെന്താ കളിയാക്കി കൂടാതെ എന്റെ സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ എന്റെ ചോദ്യം എന്റെ സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോ എനിക്ക് സ്വാതന്ത്ര്യം മനസ്സിലായല്ലോ, അതനുസരിച്ച് ഞാൻ ചോദിച്ചു. അല്ല, ഉത്തരം പറഞ്ഞോ. നന്നായി കിട്ടി. ആ മോന്ത കണ്ടില്ലേ, നല്ല രസമുണ്ട്, അളിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് മാറുന്നു. അല്ലല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ ഈ മാതിരി കോണത്തെ ജോലി ചോദിച്ചാൽ പിന്നെ പെട്ടെന്ന് മാറാതിരിക്കുവോ? എന്തോ നടയത് ചേട്ടനപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉത്തരങ്ങൾ വേണം എന്നുള്ള ചേട്ടന്റെ ഒരു ആശയത്തിന് അങ്ങനെ ചിന്താഗതിയൊന്നും ഇരിക്കില്ല. അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അല്ല, അങ്ങനെ പുള്ളിക്ക് ചിന്താഗതിയൊന്നുമില്ല. പുള്ളി ഫ്രീ മൈൻഡ് ആണ്. ആ ഒരു കാര്യത്തിൽ ഹൈഡ്രോളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് അജുവിന്റെ സംസാര രീതി തന്നെ മാറി. പെട്ടെന്ന് എനിക്ക് മാറും. സ്വാഭാവികയുടെ മനുഷ്യരല്ലേ, മാറും. മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം കേട്ടാ മാറിപ്പോകും. ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. അതാണ് അജുവിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇതിന്റെ അപ്പുറം ചോദ്യം പ്രതീക്ഷിക്കണമായിരുന്നു. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. ഇത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അകലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും പരിപാടിയല്ലോ അത്രയ്ക്ക് അകൽച്ചയായോ? എന്താണ് കുട്ട, എന്ത് പാട് ഇത്? ഇങ്ങനെ പേര് പിന്നെയും മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, നിങ്ങളൊന്നും താരെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പൊ ഞാൻ നല്ല പ്രായമുണ്ടെന്നും കേട്ടോ. അത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ പറയാ ബഹുമാനിക്കാതിരുന്നു പ്രായത്തെ, എക്സ്പീരിയൻസിന്. അതിന്റെ ആവശ്യമില്ല, ആരും വിചാരിക്കത്തില്ല. ഇങ്ങനൊക്കെ വിലയില്ല. അപ്പൊ പിന്നെ ബഹുമാനിക്കാതിരുന്നാലും ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. പാപോയ കോടാലി എന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പോഴും പുള്ളിയെ എല്ലാരും കാണുന്നത്. അത് ഞാൻ നാച്ചുറലി ചെയ്യാവുന്ന ആളല്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ ബഹുമാനം കൊടുക്കുന്നു. ഇതൊക്കെയാണ് അജുവിന് ചിലപ്പോൾ അഹങ്കാരം എന്ന ആളുകൾ പറയുന്നത്. അതിപ്പം ഇതുകൊണ്ടാണ് നിങ്ങളെ കുത്തിരിപ്പെന്ന ആളുകൾ പറയുന്നത്. സോ സിമ്പിൾ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൂടെ ഇടപെട്ട ഒരു വ്യക്തിക്കോ എന്റെ കൂടെ സംസാരിച്ച ഒരു വ്യക്തിക്കോ അല്ലാതെ എന്നെ ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെന്താണ് അണ്ണാക്കി പിരിയോട്ടി പോലെ ഇരിക്കുന്നത്? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയിക്ക അങ്ങോട്ട്, തിരിച്ച് പറ, എന്നാലും ഇങ്ങോട്ട് കൊഴുക്കത്തോളൂ. വായി വരലിട്ടോണ്ടിരിക്കുക, നോക്കിയേ. അതെന്റെ വിധി. ഈ ചോദ്യം നിങ്ങളുടെ ഈ ഒരു അതിലോട്ടുള്ള ഡൈവേർഷൻ എന്റെ വിധി. അത് നിങ്ങളോട് തന്നെ അത് വന്നിരുന്നു നമ്മൾ വളരെ രസകരമായി തുടങ്ങിയിട്ട് അതിലോട്ട് എനിക്ക് ഒരു കാര്യമില്ല. പക്ഷെ അത് ഞാൻ പിൻവലിക്കുന്നില്ല. ചോദ്യം ഞാൻ ഇത് പിൻവലിക്കരുത്, പുള്ളിക്ക് പിൻവലിക്കരുത്. ഇങ്ങനെ നിരന്ന് മേടിക്കലാണ് നിങ്ങളുടെ യോഗം. അതുകൊണ്ട് ഒരിക്കലും പിൻവലിക്കരുത്. പോലെ കാണിക്കുകയും ചെയ്യും. അല്ല, എന്ത് വന്നാലും വേണ്ടില്ല. ചേട്ടൻ അപ്പൊ അതിനകത്ത് പറ്റേ അജു പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് പ്രഷർ വിധി എഴുതട്ടെ. ഇത് എന്തായാലും കാണിക്കുമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. റീച്ച് വേണമല്ലോ, ഇതൊക്കെ കാണിച്ചാലേ റീച്ച് കയറത്തുള്ളൂ. മനസ്സിലായോ? പ്രേക്ഷകർ വിധി എഴുതുന്നതല്ല, എനിക്കിപ്പോ ഒരു വിധി എഴുത്ത് ഞാൻ മനസ്സിൽ നടത്തിയിട്ടുണ്ട്. അത് വളരെ വൈകിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടെ മുന്നേ പുള്ളിയെ മനസ്സിലാക്കണമായിരുന്നു. ഇനി മേലെ ഇങ്ങനെ ഇന്റർവ്യൂവിന് അജു വന്നിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇരുന്നാലും ഒന്ന് കരുതിയിട്ടേ ഇരിക്കത്തുള്ളൂ. എന്തോ ഒരു സന്തോഷക്കുറവ്. അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. നന്നായി കൊണ്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായി വെടിപ്പായിട്ട് കൊണ്ട് അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. അല്ല, അത് നമുക്ക് നോക്കാം. അത് നമുക്ക് നാണം കെട്ട് നാറിയിരിക്കുന്ന മോന്തേ നോക്കിയേ. അല്ല, റിലീസ് ആയി കഴിഞ്ഞിട്ട് നിന്റെ മുഖത്തെ വിഷമം ഞാൻ കാണിച്ചു തരാന്ന് ഇപ്പൊ അത് തന്നെ ഞാൻ ചിന്തിച്ചു. ഇതിലെ തൊഴിലക്കാരാണ് ഡയറക്ടറും. പുള്ളി അങ്ങ് മാറ്റി വിടുക, നാണം കെട്ട് നാറി. എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോവാന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പക്ഷെ പുള്ളി ഇവിടം കൊണ്ട് അങ്ങ് നിർത്തിയിട്ടില്ല. ഇന്റർവ്യൂവിന്റെ ഏറ്റവും അവസാനവും ഇത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. നമുക്ക് അതുകൂടെ കാണാം. 2025 അജുവിനെ
ഒരു നല്ല നടനായി മാറ്റട്ടെ. അതോടൊപ്പം തന്നെ നല്ലൊരു ഗായകൻ എന്ന നിലയിലും ഇനി കുറേ സിനിമകൾ പാട്ട് പാടാൻ കഴിയട്ടെ. ഞാൻ പറഞ്ഞതിൽ കുറച്ച് നിൽക്കുന്നു. മമ്മൂക്കായുടെ വീഡിയോ ചെയ്തതിൽ ഞാൻ അജുവിന് എതിരാണ്. മമ്മൂക്കായെ കളിയാക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകാത്തതിനാണ് ഞാൻ ഈ ഇന്റർവ്യൂ അവസാനം. നിങ്ങൾ പോയി കേസ് 2025 നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു കേട്ടാ. മമ്മൂക്കായെ കളിയാക്കിയത് പോലെ തന്നെയാണ് തോന്നിയത്. ഇട്ട് കൊടുക്കുകയാണ് മമ്മൂക്കായെ കളിയാക്കി ഇട്ട് കൊടുക്കുകയാണ്. മമ്മൂക്ക എടുത്തും പറ, ഞാൻ പറയും, ഇത് വിളിച്ച് പറ, ഞാൻ പറയും. ഇങ്ങനെ തോന്നി ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കൊടുക്കും. അതല്ല നിങ്ങൾ എന്താ, അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തോളൂ. ജാതി കുത്തിത്തിരിപ്പ് മലയാള സിനിമ വേറെ ആരും ചെയ്യാറില്ല, നമ്മൾ പോലും ചെയ്യാറില്ല. അയച്ചു കൊടുക്കുക, എന്നിട്ട് പറ ഇത് ഇവൻ ഇങ്ങനെ കളിയാക്കാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറയും, പോയി കേസ് കൊടുക്കും. അത് ഞാൻ പറയുമോ ഇനിയിപ്പോ എനിക്ക് അത്ര, ഞാൻ അതിൽ തന്നെ ഉറച്ചു പശു ഞാൻ അതിൽ തന്നെ ഉറച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. സന്തോഷം. സന്തോഷം. ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ലീലാവിലാസങ്ങൾ. എന്തായാലും നമുക്ക് ചിരിക്കാനുള്ള വകുപ്പ് പുള്ളി തന്നെ ഒപ്പിച്ച് തരുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് അളിയുന്ന കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് മലയാളികൾക്ക് കിട്ടുന്നത്. എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, ചിലവരെ ഇങ്ങനെ പൊതുവേദിയിലിട്ട് അപമാനിക്കുന്ന കാണുമ്പോൾ സാധാരണഗതിയിൽ അവനെ അപമാനിച്ചു തോന്നിയ ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ സ്ഥിരം എല്ലാവരും ഇട്ട് അപമാനിച്ച് നമുക്ക് അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ല. പുള്ളി തന്നെ ഇപ്പോൾ ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നിക്ക, 2024 നിങ്ങളുടെ കംപ്ലീറ്റ് വിലയും പോയി. നിങ്ങൾ ഫെയിം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പുല്ല് വിലയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കമന്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുല്ല് വിലയാണ്. കാരണം കമന്റ് സെക്ഷൻ 1-2 കമന്റൂടെ ഞാൻ കാണിച്ചു തരാം. മര്യാദയ്ക്ക് എടുക്കാൻ അറിയില്ല, വിളിച്ചു വരുത്തി അവമാനിച്ച് വിട്ട പോലെയായി. ദയവ് ചെയ്ത് വേറെ ആരെങ്കിലും ഇവന് ഇന്റർവ്യൂ കൊടുക്കരുത്. ഹൈഡ്ര വൻ തോൽവിയാണല്ലോ. ഹൈഡ്രോളി കന്നത്തൊന്ന് കൊടുക്കണ്ണ ഹൈഡ്രോളിക്ക്. ഹൈഡ്ര നിങ്ങൾ ഇന്റർവ്യൂ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രോളി, ഹൈഡ്ര ബാബ, ഹൈഡ്രോളി ഇത് തന്നെ. ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എതിരാണ് കമന്റ് മൊത്തം. ഇത്രയും അതപ്പതിച്ച ഒരു ഇന്റർവ്യൂർ ഉണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇങ്ങനെ സ്വയം കോമാളിയായിട്ട് റീച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതാണ്. ഇപ്പം ഇല്ല അലിൻ ജോസ് പെരേരയും നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒക്കെ ഒരു ഗണത്തിലോട്ട് നിങ്ങളെ പെടുത്തേണ്ടിയിരിക്കുന്നു. 2025 വരികയാണ്. ഇങ്ങനെയുള്ള കോമാളിത്തരമൊക്കെ ഒന്ന് മാറ്റിവെച്ച് അണ്ണനും ഒരു നല്ല ഇയറായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് നല്ല രീതിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ നിന്നാലും നമുക്ക് ഇതുപോലുള്ള കണ്ടന്റൊക്കെ കിട്ടത്തോട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അപ്പം ശരി ഗൈസ്, കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ താഴെ നിൽക്കാൻ പറ്റി. ടാറ്റാ ബൈ ബൈ.